മൂന്നാമത്തെ ദിവസത്തേക്ക് എല്ലാവരും സ്വാഗതം. ഇന്ന് നമ്മൾ ജയ്പൂരിൽ നിന്ന് ഡൽഹിയിലേക്ക് പോകും. അപ്പോൾ സ്റ്റേ ട്യൂൺ. ഇന്ന് നമ്മൾ രാവിലെ 6 മണിയായപ്പോഴത്തേക്കും ജയ്പൂരിൽ നിന്ന് ഡൽഹിയിലേക്ക് ഇറങ്ങി. ഏകദേശം ഒരു 6 മണിക്കൂറിൻ്റെ യാത്രയാണ്. ഏകദേശം 300 കിലോമീറ്റർ അടുത്ത് നമുക്ക് യാത്ര ചെയ്യാനുണ്ട്. അതുകൊണ്ട് തന്നെ രാവിലെ നേരത്തെ ഇറങ്ങി. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, മലയാളികൾ ബസ്സിൽ വെറുതെ ഇരിക്കില്ലെന്ന്. പിന്നെ ഒരു DJ പാർട്ടി തന്നെ അവിടെ നടന്നു. ഡാൻസായി, പാട്ടായി. അങ്ങനെ എക്സ്പ്രസ് വേ ആയതുകൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ ഒരു ഹാഫ് ഡിസ്റ്റൻസ് കവർ ചെയ്തു. നമ്മുടെ റെസ്റ്റിംഗ് ഏരിയയിലെത്തി, അവിടെ ഇറങ്ങി. ജയ്പൂരിൽ നിന്ന് ഡൽഹിയിലേക്ക് പോകാനായിട്ട് ഇവിടെ ഒരു സർവീസസിൻ്റെ ഫുഡ് നിർത്തിയതാണ്. ജലദോഷം മാറിയിട്ടില്ല. പക്ഷെ ഇവിടെ നല്ല കാറ്റ്, നല്ല ആംബിയൻസ് ഉണ്ട്. ഹരിയാനയിലാണ് ഇപ്പം ഇവിടെ നമ്മൾ ഏകദേശം ഒരു മണിക്കൂർ സ്പെൻഡ് ചെയ്തു. അതിനുശേഷം അവിടെ നിന്ന് ഇറങ്ങി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഇപ്പോൾ ഏകദേശം ഒരു 10 മണിയായിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഡൽഹി എത്താറായി. ഉച്ചയായപ്പോഴത്തേക്കും ഡൽഹിയിലെത്തി. നമ്മൾ ഇവിടുത്തെ ഒരു മലയാളി ഹോട്ടലിൽ നിന്ന് നമ്മൾ സദ്യ ഓർഡർ ചെയ്തിട്ടുണ്ടായി, ഓണം സ്പെഷ്യലായിട്ട്. ഇന്ത്യയിൽ എവിടെ പോയാലും വേൾഡിൽ എവിടെ പോയാലും മലയാളിയുടെ കൈപ്പുണ്യം മലയാളിക്ക് തന്നെ മനസ്സിലാവുള്ളൂ. അങ്ങനെ നമ്മളൊരു 20 കൂട്ടം കറികളുമായിട്ട് സദ്യ ആസ്വദിച്ച് കഴിച്ചു. How's the taste? अच्छा अच्छा. ഫുഡ് കഴിച്ച് കഴിഞ്ഞ് നമ്മൾ ഡൽഹിയിൽ ഒരു ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്തു. ഡൽഹിയിലത്തെ ഹോട്ടൽ റൂമിലെത്തി. ഇനി ഉച്ചയായിട്ടുള്ള സരോജിനി മാർക്കറ്റിൽ പോകും. നമ്മൾ സദ്യയൊക്കെ കഴിച്ച് അങ്ങനെ വൈകി. അപ്പോൾ സരോജിനി മാർക്കറ്റിൽ പോകുമ്പോൾ കാണാം സ്ട്രീറ്റ്. അങ്ങനെ നമ്മൾ ഉച്ച കഴിഞ്ഞ് സരോജിനി മാർക്കറ്റിലേക്ക് ഇറങ്ങി. സരോജിനി മാർക്കറ്റ് ഡൽഹിയിലത്തെ ഏറ്റവും വലിയ ഫേമസ് ആയിട്ടുള്ള മാർക്കറ്റാണ്. പണ്ട് മുതലേ ഉള്ള മാർക്കറ്റാണ്. മാർക്കറ്റിൽ സേഫ്റ്റി പ്രശ്നങ്ങളുള്ളതുകൊണ്ട് നല്ല തിക്കും തിരക്കായതുകൊണ്ട് അവിടെ നിന്ന് അധികം നേരം ഫോൺ എടുത്ത് വീഡിയോ ചെയ്തില്ല. പക്ഷേ നല്ലൊരു മാർക്കറ്റായിരുന്നു, നല്ല വലിയ മാർക്കറ്റായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ഡൽഹി മൊത്തം കറങ്ങാൻ പോവാണ്. നമ്മളത് റെഡ് ഫോർട്ട്, രാജ്ഘട്ട്, ഇന്ത്യ ഗേറ്റ്, കുത്തബ് മിനാർ, അതൊക്കെയാണ് കാണുന്നത് മെയിനായിട്ട്. പിന്നെ വൈകുന്നേരം അശ്വത്ഥാൻ ടെമ്പിളിൽ പോയി കാണും. അപ്പോൾ സ്റ്റേ ട്യൂൺ. അപ്പോൾ നമ്മളിന്ന് ഫസ്റ്റ് വിസിറ്റ് ചെയ്യാൻ പോകുന്നത് റെഡ് ഫോർട്ടാണ്. ഇന്ത്യയിലത്തെ വൺ ഓഫ് ദ മോസ്റ്റ് ഹിസ്റ്റോറിക്കൽ പ്ലേസ് എന്നറിയപ്പെടുന്ന ഒരു സ്ഥലമാണ് റെഡ് ഫോർട്ട്. 17th സെഞ്ച്വറിയിൽ മുഗൾ എംപററായ ഷാജഹാൻ 1638 ഡിസൈൻ ചെയ്ത് പണി കഴിച്ച ഒരു ഹിസ്റ്റോറിക്കൽ പാലസ് അല്ലെങ്കിൽ ഫോർട്ടാണ് റെഡ് ഫോർട്ട്. ഇത് ഓൾഡ് ഡൽഹിയിലാണ് ലൊക്കേറ്റ് ചെയ്യുന്നത്. വേൾഡ് യുനെസ്കോ ഹെറിറ്റേജ് സൈറ്റും കൂടിയായ ഏകദേശം 200 വർഷം പഴക്കമുള്ള, എല്ലാ ഇൻഡിപെൻഡൻസ് ഡേയും ഓഗസ്റ്റ് 15 പ്രൈം മിനിസ്റ്റർ ഫ്ലാഗ് ഹോസ്റ്റ് ചെയ്യുന്ന സ്ഥലമാണ് റെഡ് ഫോർട്ട്. റെഡ് ഫോർട്ടിന് ചുറ്റും ഒരു കനാൽ സിസ്റ്റമാണ്. അതിൽ ഒരു എൻട്രൻസ് മാത്രമാണ് ഉള്ളത്. അപ്പോൾ ശരിക്കും ഒരു ഫോർട്ടെക്സ് ആണ്. മൊത്തം 60 സാൻഡ് സ്റ്റോൺ പില്ലറുകളുണ്ട് റെഡ് ഫോർട്ടിന് ചുറ്റും. ശരിക്കും പറഞ്ഞാൽ യുദ്ധമൊക്കെ നടക്കുമ്പോൾ ഇതിൻ്റെ ആ ഒരു ഡോർ അടച്ചാൽ പിന്നെ ഇതിൻ്റെ അകത്തേക്ക് ആർക്കും കയറാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇതിൻ്റെ ഒരു ഫോർട്ടെക്സ് തന്നെ വിളിക്കുന്നത്. റെഡ് ഫോർട്ടിൻ്റെ ശരിക്കും പറഞ്ഞാൽ 80% ബ്രിട്ടീഷുകാർ ഡിമോളിഷ് ചെയ്തു. എന്നിട്ട് അതിന് ബാക്കിയുള്ളതാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. എന്നാലും പക്ക വെൽ മെയിൻറ്റെയിൻഡ് ആണ് റെഡ് ഫോർട്ട്. പണ്ട് 16th സെഞ്ച്വറിയിൽ ഷാജഹാൻ ഇത് പറയുമ്പോൾ അദ്ദേഹം ഒരു ലൈം സ്റ്റോൺ ഉപയോഗിച്ചിട്ടാണ് ഇത് പണിതത്. അദ്ദേഹം ഐവറി കളറിൽ, വൈറ്റ് കളറിലാണ് അത് ഫുള്ള് പണിതത്. അതിനുശേഷം ബ്രിട്ടീഷുകാർ 1857 ഇത് ഫുള്ള് 80% നശിപ്പിച്ചതിന് ശേഷം അവർ തന്നെ റീബിൽഡ് ചെയ്തതാണ് സാൻഡ് സ്റ്റോൺ വെച്ചിട്ട്. അതാണ് ഇപ്പോൾ റെഡ് കളറായിട്ടിരിക്കുന്നത്. പണ്ട് ഇത് ഐവറി കളറായിരുന്നു ഷാജഹാൻ ബിൽഡ് ചെയ്ത സമയത്ത്. റെഡ് ഫോർട്ട് ഏകദേശം 254.67 ഏക്കേഴ്സ്, അതായത് 103 ഹെക്ടർ ഉണ്ട്. ഇതിന് ചുറ്റും 2.4 കിലോമീറ്റർ ഈ കാണുന്ന മതിലുണ്ട്. ഈ മതിൽ ചില സ്ഥലങ്ങളിൽ 18 മുതൽ ചില സ്ഥലങ്ങളിൽ 83 മീറ്റർ വരെ ഹൈറ്റ് ഉണ്ട്. അതായത് ആർക്കും തന്നെ ഇത് കയറാനോ ഇറങ്ങാനോ പറ്റില്ല. ആകെ 2 മെയിൻ എൻട്രൻസ് ആണുള്ളത്. പിന്നെ ഒരുപാട് എസ്കേപ്പ് റൂട്ടുകളുണ്ട് ഇതിൻ്റെ ഉള്ളിൽ, ടണലുകൾ ഇഷ്ടം പോലെ. മെയിനായിട്ട് 7 കിലോമീറ്റർ ടണലുണ്ട്. പിന്നെ ഇവിടെ നിന്ന് ഡയറക്റ്റ് ആഗ്ര ഫോർട്ടിലേക്ക് കണക്ട് ചെയ്യുന്നൊരു ടണലുണ്ടായി. ഇപ്പോൾ അത് ഡിസ്ട്രോയ് ആയിപ്പോയി. അതിൻ്റെ ആ ടണലിനെ താജ്മഹലിലേക്ക് വരെ കണക്ട് ചെയ്യുന്ന ടണലുകൾ പണ്ട് ഇതിലുണ്ടായിരുന്നു. ഇപ്പോൾ അതെല്ലാം നശിച്ചു പോയി. പക്ഷേ അത്രയ്ക്കും വെൽ പ്ലാൻഡ് ആയിരുന്നു ഈ ഒരു ഫോർട്ടെക്സ് അന്ന് ഷാജഹാൻ ഇത് പണിയുമ്പോൾ. പിന്നെ റെഡ് ഫോർട്ടിന് ഒരു വാട്ടർ ഗേറ്റ് ഉണ്ട്. റെഡ് ഫോർട്ടിൻ്റെ ഈസ്റ്റ് സൈഡിൽ യമുന റിവറാണ്. യമുന റിവറിൻ്റെ
അടിയിലേക്ക് ഒരു വാട്ടർ ഗേറ്റ് ഉണ്ട്. ആ ഗേറ്റിൽ കൂടെ എസ്കേപ്പ് ചെയ്യാം. ആ ഇതിൽ കൂടെ എസ്കേപ്പ് ചെയ്താൽ ഡയറക്റ്റ് നമുക്ക് വെള്ളത്തിൽ കൂടെ തന്നെ എസ്കേപ്പ് ചെയ്യാൻ പറ്റും. യമുന റിവറാണ് ഇവിടുത്തെ എല്ലാത്തിൻ്റെയും ബേസ് ആയിട്ടുള്ള സ്ഥലം. എല്ലാ ഫേമസ് ആയിട്ടുള്ള ബിൽഡിങ്ങിൻ്റെയും സൈഡിൽ യമുന റിവർ ഉണ്ടാവും. അപ്പോൾ ഇവർക്ക് എസ്കേപ്പ് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. ബോട്ടിൽ കയറാം, യമുന റിവറിൻ്റെ തീരത്തുള്ള ഏതെങ്കിലും ഫോർട്ടിലേക്കോ ഏതെങ്കിലും പാലസിലേക്കോ പോവുക. അന്ന് ഷാജഹാൻ ഇത്രയും ബുദ്ധി ഉണ്ടായിരുന്നു. പുള്ളിയുടെ ആ ഒരു ചിന്താഗതിയും ഡിസിഷൻ മേക്കിംഗ് ഒക്കെയാണ് ഈ ബിൽഡിങ്ങുകളൊക്കെ ഇപ്പോഴും നിലനിൽക്കാൻ കാരണം. ബ്രിട്ടീഷുകാർ അതുകൊണ്ട് തന്നെയാണ് ഇത് പിന്നെയും തിരിച്ച് ഡെവലപ്പ് ചെയ്ത് ഇപ്പോൾ കാണുന്ന റെഡ് ഫോർട്ടാക്കി എടുക്കാൻ കാരണം. അവർക്ക് ഇതൊരു ഫോർട്ടെക്സ് ആയിട്ട് തന്നെ അവർ ഉപയോഗിച്ചു. കുറേ നാൾ അവരുടെ കയ്യിലായിരുന്നു. ഇപ്പോൾ നിങ്ങൾ കാണുന്ന അത്യാവശ്യം നല്ല നീളമുള്ള മാർക്കറ്റാണ്, പക്ഷേ അവിടെ അധികം സാധനങ്ങൾ വിൽക്കാനൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഇപ്പോൾ എം ടി ആയിട്ട് കിടക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ നല്ല നീളത്തിലുള്ള മാർക്കറ്റ് തന്നെയാണ്. നമ്മൾ മാർക്കറ്റിൽ നിന്ന് കയറി അതിൻ്റെ അടുത്ത സെക്ഷനിലേക്ക് കയറി ആ നേരെ കാണുന്നതാണ് ഡ്രം ഹൗസ് എന്ന് പറയുന്നത്. ഇപ്പുറത്തെ സൈഡിലുള്ള കൺസ്ട്രക്ഷനൊക്കെ അതിനുശേഷം ബ്രിട്ടീഷുകാർ കൺസ്ട്രക്ട് ചെയ്താണ്. പിന്നെ ഇത് കാണുന്ന ഗാർഡൻ, ആ നേരെ കാണുന്ന വെള്ള ബിൽഡിങ്ങിനെയാണ് ഇവിടുത്തെ ഡ്രം ഹൗസ് എന്ന് പറയുന്നത്. ദ ഗേറ്റ് വേ വേർ മ്യൂസിഷ്യൻ സിറ്റ്, അതായത് മ്യൂസിക് ബാൻഡ്, ഇവിടുത്തെ അനൗൺസ് ചെയ്യുന്ന ആൾക്കാർ, അങ്ങനത്തെ ആൾക്കാരൊക്കെ അവിടെ നിന്നാണ് അനൗൺസ്മെൻ്റ് ഒക്കെ നടത്തുന്നത്. ഗൈസ് റെഡ് ഫോർട്ട് നല്ലോണം മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോഴത്തെ ഗാർഡൻ ആയിട്ട് ലോൺ ആയാലും എല്ലാം പക്കയായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. നല്ല രസമാണ് ഇതിൽ നടക്കാൻ. ഇപ്പം ഞങ്ങൾ കറക്റ്റ് വന്ന കറക്റ്റ് ക്ലൈമറ്റ് ആയിരുന്നു. വെയിലൊന്നുമില്ല, രാവിലെ തന്നെ വന്നതുകൊണ്ട് വെയിലൊന്നും കിട്ടിയില്ല. അപ്പോൾ ഇതിലൂടെ നല്ല ശാന്തമായ ക്ലൈമറ്റിൽ ഇങ്ങനെ നടക്കാൻ പറ്റും. നല്ല രസമാണ്. ആ നേരെ കാണുന്ന ബിൽഡിങ്ങാണ് ഇവിടുത്തെ വിസിറ്റേഴ്സ് ഹാള്. അവിടെയാണ് രാജാവിനെ പ്രൈവറ്റ് ഓഡിയൻസിനെ ആൾക്കാർ വന്ന് കാണുന്നത്. ആ ഹാളിൽ ഇരുന്നിട്ടായിരിക്കും രാജാവ് ഇവരുടെ അടുത്ത് സംസാരിക്കുക. ആ ഹാളിലെ ഒരു ത്രോണിനെയാണ് പീകോക്ക് ത്രോൺ എന്ന് പറയുന്നത്. പിന്നെ ഇതിൻ്റെ അകത്ത് തന്നെ, ഈ പാലസിൻ്റെ അകത്ത് തന്നെ ഒരു വലിയ ഫൗണ്ടെയിൻ ഉണ്ട്. ആ ഫൗണ്ടെയിനാണ് ഇവിടുത്തെ രാജാവിൻ്റെ വൈഫുകളെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഫൗണ്ടെയിനാണത്. ഫൗണ്ടെയിൻ മൊത്തം മാർബിളിലാണ് പണി കഴിച്ചിരിക്കുന്നത്. ഫൗണ്ടെയിൻ്റെ ഫ്ലോറിൽ മൊത്തം ലോട്ടസിൻ്റെ പാറ്റേൺ ആണ് കൊത്തി വെച്ചിരിക്കുന്നത്, അത് മാർബിളിൽ. ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ലോട്ടസ് ത്രോൺ ഇരിക്കുന്ന സ്ഥലം. ഇവിടെ രാജാവ് വന്നിരിക്കും. എന്നിട്ട് പുറമേ നിന്ന് വേറെ രാജ്യത്തു നിന്നൊക്കെ വന്ന ഹൈ റാങ്കൽ ഒഫീഷ്യൽസിനെയൊക്കെ ഇവിടെ നിന്ന് മീറ്റ് ചെയ്യും. രാജാവ് അവിടെ ഇരിക്കും, കാര്യങ്ങളൊക്കെ ചോദിക്കും. അങ്ങനെയാണ്. ആ നേരെ കാണുന്ന സ്ഥലമാണ് ഡ്രം ഏരിയ. ആ ഡ്രമ്മിലെ ഏരിയയോടെ വിളിച്ച് പറയും. അങ്ങനെ ആ നടുക്കേക്കടെ ഇവർ നടന്ന് രാജാവിൻ്റെ അടുത്തേക്ക് വരും. പണ്ടത്തെ ഓരോ ആചാരങ്ങളല്ലേ. അങ്ങനെ നമ്മളിവിടുന്ന് ഏകദേശം മൊത്തം കറങ്ങി. ഇതിൻ്റെ ഉള്ളിൽ ഒരു വലിയ മ്യൂസിയം ഉണ്ട്. ആ മ്യൂസിയത്തിൻ്റെ അകത്ത് ക്യാമറ അങ്ങനെ കയറ്റാൻ പറ്റില്ല. അങ്ങനെ മ്യൂസിയം മൊത്തം കറങ്ങി നമ്മൾ റെഡ് ഫോർട്ട് മൊത്തം കറങ്ങി. അങ്ങനെ ദ ഐക്കോണിക് സിമ്പിൾ ഓഫ് ഇന്ത്യൻ സോവറിനിറ്റി ആയ റെഡ് ഫോർട്ടിൽ നിന്നും നമ്മൾ ഇറങ്ങുന്നു. അടുത്ത സ്ഥലത്തേക്ക് പോകുന്നു. സ്റ്റേ ട്യൂൺ. See you.